ബംഗാളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതുകൊണ്ട് ആ ന്യൂനമർദ്ദ പാർട്ടി നമ്മുടെ കേരളത്തിലാകെ നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ എറണാകുളത്ത് ഉൾപ്പെടെ വളരെ ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് നോക്കാം. ആതിര സരസ്വത് നമുക്കൊപ്പം ചേരുകയാണ്. ആതിര, ഗുഡ് മോർണിംഗ്. ആരംഭിക്കലാമാ? വിനിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ നോക്കാം. പ്രേക്ഷകരെ, കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. നമുക്കിനി മാപ്പ് പരിശോധിക്കാം. വടക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. തെക്കൻ ജില്ലകൾക്ക് മുന്നറിയിപ്പുകളൊന്നുമില്ല എന്ന മാപ്പ് നോക്കിയാൽ നമുക്ക് വ്യക്തവുമാകും. ഇനി മറ്റൊന്ന് ശക്തമായ കാറ്റാണ്. കേരള തീരങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതരായി ഇരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ. വിനിൽ, ശരി. അപ്പോൾ അതാണ് വളരെ വേഗത്തിൽ കാലാവസ്ഥാ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആതിര സരസ്വത്.